ദിവ്യ, ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മടങ്ങിപ്പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഏതാണ്ട് നൂറുകണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കേരള സർവകലാശാലയുടെ മുഖത്തേക്ക് ഇരച്ചു കയറുകയും ബാരിക്കേഡിന് മുകളിൽ കയറിയതുകൊണ്ട് വലിയ പ്രതിഷേധം തീർക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ കണ്ടിരുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകർക്ക് നേരെ 4 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് അവസാനം ഈ ഒരു പ്രതിഷേധത്തിന്റെ തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ കടക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഡിവൈഎഫ്ഐ നേതാക്കൾ, സംസ്ഥാന ജില്ലാ നേതാക്കൾ നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് ഡിവൈഎഫ്ഐ നേതാക്കൾ സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത്. നേരത്തെ അകത്ത് AISFന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവിടുന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാളയത്ത് നിന്ന് വലിയ പ്രതിഷേധവുമായിട്ട് സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിലേക്ക് എത്തിയത്. പ്രവർത്തകർ വരുന്നതിന് മുമ്പ് തന്നെ, വളരെ നേരത്തെ തന്നെ പോലീസ് വലിയ ബാരിക്കേഡ് സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ പ്രതിരോധം തീർത്തിരുന്നു. പ്രവർത്തകർ അകത്തേക്ക് കടക്കാത്ത തരത്തിലുള്ള വലിയ പ്രതിരോധമാണ് പോലീസ് സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ തീർത്തത്. എന്തായാലും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ച് പിന്നീട് പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ച ശേഷം സംസ്ഥാന നേതൃത്വത്തിലുള്ള ജില്ലാ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലുമുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ സംസാരിച്ചതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിലവിൽ ഇവിടുന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. 4 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിനകത്ത് കേരളത്തിലെ സർവകലാശാലകളെ, ക്യാമ്പസുകളെ സംഘവൽക്കരിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SFIയും ഡിവൈഎഫ്ഐയും അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ തീർക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം SFI കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും അത് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കും പോവുകയും ചെയ്തു. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ പോയതോടുകൂടി വലിയ വിമർശനമാണ് പോലീസിന് കേൾക്കേണ്ടി വന്നത്. കാരണം പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല, എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത് എന്നടക്കമുള്ള വലിയ വിമർശനം പോലീസിന് കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇത്തവണ പ്രവർത്തകർ വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കേരള സർവകലാശാല ക്യാമ്പസിന്റെ അകത്തും പുറത്തും വിന്യസിക്കുകയും കൃത്യമായിട്ട് ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ നേരിടുകയും ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. എന്തായാലും പ്രവർത്തകരും വലിയ ഒരു അക്രമ സംഭവത്തിലേക്കോ അല്ലെങ്കിൽ അക്രമ പ്രതിഷേധത്തിലേക്കോ പോയിരുന്നില്ല. നേരെ വന്ന് ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്തത്. ഇടയ്ക്കൊന്ന് പോലീസുമായിട്ട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പ്രവർത്തകന്റെ തലയ്ക്കും നെറ്റിക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അത് ബാരിക്കേഡിൽ ഇടിച്ചാണ് പരിക്കേറ്റത്. അതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലെയുള്ള വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ തവണ SFI പ്രവർത്തകർ VCയുടെ ചേംബറിന് മുന്നിൽ വരെ എത്തിയത് അവിടെ ഗേറ്റൊക്കെ തള്ളി തുറന്നുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു അന്നുണ്ടായത്. അന്ന് പോലീസിന് നന്നേ പാടുപെടേണ്ടി വന്നു അവരൊക്കെ അവിടെ നിന്ന് നീക്കാൻ. എന്തായാലും ആ രീതിയിലൊരു കടുപ്പിച്ച ഒരു പ്രതിഷേധം എന്തായാലും ഇന്നുണ്ടായിട്ടില്ലല്ലോ. ദിവ്യ, കഴിഞ്ഞ തവണ SFIയുടെ പ്രതിഷേധമുണ്ടായപ്പോൾ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ പോയിരുന്നു. പക്ഷേ എന്നാൽ ഇത്തവണ ഒരു പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധം പോലീസിന് വളരെ സംയമനത്തോടു കൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയായിരുന്നു. പ്രവർത്തകരും പോലീസിനെ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് പോയില്ല. ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ മാത്രമാണ് ഡിവൈഎഫ്ഐ ഈ ഒരു പ്രതിഷേധം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം SFI അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗവർണർക്കും വൈസ് ചാൻസലർമാർക്കുമെതിരെയുള്ള പോരാട്ടം സംസ്ഥാന സർക്കാരും CPMും കടുപ്പിക്കുകയാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഗവർണറുടെ തെറ്റുകുറ്റങ്ങൾക്കെതിരെ മുമ്പിൽ നയിക്കുമെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം പറഞ്ഞിരുന്നു. കാരണം ഗവർണർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും അതിന് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തില്ല. അപ്പോൾ അതിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്ത് വരും എന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പ്രതിഷേധം, അതിന്റെ തുടർച്ചയെന്നോണം SFIയുടെ പ്രതിഷേധത്തിന് തുടർച്ചയെന്നോണമാണ് ഡിവൈഎഫ്ഐ കൂടി ഇന്നിപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക് അവിടെ സർവകലാശാല ആസ്ഥാനത്ത് മുന്നിലെത്തുകയും പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാനൊക്കെ ശ്രമിച്ചു. പോലീസ് 4 തവണ ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറെക്കുറെ ഒരു സമാധാനം, ഒരു സംഘർഷമില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ്. പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷിജോ കുര്യനും അതുപോലെ തന്നെ വിജിൻ വായന്തോടുമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ